കിസ്മി അമാനന്ദ. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ മട്ടന്നൂരത്തെ പൈസി ഡാം കടലിലാണ്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. നമ്മൾ അന്ന് വന്നേരം ഇവിടെ സ്വിമ്മിങ് പൂളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. ഇവിടെ കളിക്കാൻ നല്ല രസമാപ്പാ. കുറേ സ്ലൈഡെല്ലാം നമ്മൾ പോകുമ്പോൾ ഒരു താത്ത ഒട്ടകച്ച് ഉണ്ടാക്കുന്നുണ്ട്. അത് മാടിച്ച് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും പാപ്പയും കൂടി നിന്നാ കുറേ സമയം കാർ ഓടിച്ച് കളിച്ച്. ഞാൻ ഡ്രൈവിങ് പഠിച്ചു. ഞാൻ ഡ്രൈവറായി. ഇവിടുന്ന് കുറേ സമയം ഓടിക്കാൻ കിട്ടി. അതുകൊണ്ട് തിരിച്ചും മറിച്ചും കളിച്ച്. പിന്നെ നമ്മൾ പോയത് പൈസി ഡാമിൽ തന്നെ ഉള്ള ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കുറേ ജീവികളും പെരിസ്കാർഡും എല്ലാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. വെറും 50 ഉറുപ്പ്യ ഉള്ളൂ ഒരാൾക്ക് പെരിക്കാടിൽ. ഇവിടെ കയറിയാൽ പിന്നെ ഫ്രീ ആയിട്ട് എല്ലാം തൊടാം. ഇതിൻ്റെ പേര് പെസ് വേൾഡ് എന്നാണ്. ആ ചിത്രത്തിൽ കാണുന്ന ആളെ നമ്മൾ നേരിട്ട് കണ്ടു. നമ്മൾ കുറേ പക്ഷികളെല്ലാം കയ്യിലെടുത്ത് കളിച്ചു. പിന്നെ നമ്മൾ മിയ എന്ന് പറഞ്ഞ ഒരു തത്തമ്മ കണ്ടു. ആ തത്തമ്മ സംസാരിക്കുകയെല്ലാം ചെയ്യും. പക്ഷേ നല്ലോണം കൈകൊത്തുവേ. ആ തത്തനെ വളർത്തുന്ന ആൾ അതിനെ വിളിക്കുന്നത് ഇക്കാക്കൻ്റെ പൊന്നോട്ട്. നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ വെളുത്ത പഞ്ഞി പോലത്തെ പൂച്ചനെ കണ്ട് നല്ല ഉറക്കനെ എണീപ്പിച്ച്. പിന്നെ അപ്പുറത്തുണ്ട് ഒരു പുലി പോലത്തെ പൂച്ച. ശരിക്കും പുലി തന്നെയാണ്. കണ്ണെല്ലാം നോക്കി ഞാൻ ഇങ്ങനെ കളിപ്പിക്കും. ഒറ്റ എണീച്ചു പോയിന്. അപ്പോൾ ഞാൻ പൊടിച്ചു പോയി. പിന്നെ ഇതെന്നാ കൊഞ്ചൻ. പിന്നെ കുറേ പക്ഷികളെ കണ്ടു. തേളിനെ കണ്ടു. പിന്നെ നമ്മൾ കുറേ പക്ഷികളെ കണ്ടു. ഇതിനുള്ളിൽ കയറിയ പിന്നെ പക്ഷികൾ നമ്മളെ മേലത്ത് കയറി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതെന്നാ സാധനമെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട്. കുറേന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ബാപ്പ അന്നേരം പാമ്പിനെടുത്ത് കൈമ പിടിച്ച്. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്നോടും പിടിക്കുന്നതാന്ന് ചോദിച്ചു. ഞാൻ പോകണ്ട, കടിച്ചാളിയും. പിന്നെ സൂചിയെല്ലാം എടുക്കേണ്ടി വരും. നോക്കിയാൽ അതിനെ പിടിച്ചിട്ട് ബാപ്പാക്ക് ഒരു പേടിയില്ലാന്ന് തോന്നുന്നു. അയാൾക്കും പേടിയില്ല. അത്ര ഈസി ആയിട്ട് പിടിക്കുന്നത് നോക്ക്. പിന്നെ നമ്മൾ കണ്ട ഇഗ്വാന.